കേരളത്തിലെ മുഖ്യ സാമൂഹ്യ പരിഷ്കർത്താക്കളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലെടുക്കുന്നത്. അപ്പം പ്രധാനപ്പെട്ടത് വൈകുണ്ഠസ്വാമികൾ. അപ്പം ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളെ അതുപോലെ നവോത്ഥാന നായകന്മാരെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം ഇവരുടെ ജനനം മരണം എന്നാണെന്നുള്ള ആ വർഷം കൃത്യമായിട്ട്, വർഷം പറ്റുമെങ്കിൽ ഡേറ്റും കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ആദ്യം വരുന്നത് വൈകുണ്ഠസ്വാമികൾ 1809 ടു 1851. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് 1809 മാർച്ച് 12. സ്വാമിത്തോപ്പ്, നാഗർകോവിൽ. വൈകുണ്ഠസ്വാമിയുടെ മാതാപിതാക്കൾ പൊന്നുനാടാർ, വെയിലാൾ. മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ഇപ്പോൾ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ ആരാണ് എന്ന് ഇതിനു മുന്നേ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപത്തുള്ള മുന്തിരിക്കിണർ, മണിക്കിണർ, സാമിക്കിണർ നിർമ്മിച്ചത്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഒരുപാട് തവണ PSC ഡിഗ്രി ലെവലിനാണെങ്കിലും 10th ലെവൽ പ്രിലിംസിനാണെങ്കിലും 12th ഒരുപാട് തവണ വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊറ്റ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കേട്ടുപോയാൽ മാത്രം മതിയായിരിക്കും. ഇപ്പോൾ വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യൻ ആരാണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അത് തൈക്കാട് അയ്യയാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ്. ഈ ലാസ്റ്റ് നടന്ന 10th പ്രിലിംസിന് വന്നതാണ് വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യൻ തൈക്കാട് അയ്യ. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കൽ. വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തളവിളൈ, കന്യാകുമാരി. വിശുദ്ധിയോട് കൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തൂവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത്. അതും വൈകുണ്ഠസ്വാമികളാണ് വരുന്നത്. അപ്പോൾ തൂവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ് എന്നുള്ള ചോദ്യം ഇതിനു മുന്നേ വന്നിട്ടുള്ളതാണ്. നിശ പാഠശാലകൾ സ്ഥാപിച്ചത്, വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ഠസ്വാമികളാണ്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജമാണ്. ഈ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഈ സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836 ആണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. കേരളത്തിലെ ആദ്യത്തെ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജമാണ്. ഇത് സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഇത് സ്ഥാപിച്ച വർഷം 1836 ആണ്. അടുത്തത് വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ. വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് സമപന്തി ഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ. അതും വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ സമപന്തി ഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ്. അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അയ്യാവഴിയുടെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമര. അടുത്തത് ഈ അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് ദച്ചനം, തിരുച്ചെന്തൂരാണ്. അപ്പോൾ അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അയ്യാവഴി എന്ന മതത്തിൻ്റെ ചിഹ്നം വരുന്നത് തീജ്വാല വഹിക്കുന്ന താമരയാണ്. ഇത് പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് ദച്ചനമാണ്. അയ്യാവഴി ക്ഷേത്രങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേര് പതികൾ എന്നാണ്. ഇനി വൈകുണ്ഠസ്വാമികൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മുടിചൂടും പെരുമാൾ. അപ്പോൾ ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മുടിചൂടും പെരുമാൾ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നത് ആര്? അത് വൈകുണ്ഠസ്വാമികളാണ്. അടുത്തത് വരുന്നത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ നമുക്കറിയാം ആറന്മുളയിൽ കണ്ണാടി പ്രതിഷ്ഠ നമുക്കറിയാം. അതുപോലെ ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി എന്ന് പറയുന്നതും വൈകുണ്ഠസ്വാമികളാണ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. പിന്നീട് ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന് പ്രസ്താവിച്ചത്. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോകരുത്. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്. അടുത്തത് വരുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ച സ്ഥലം ശിങ്കാരത്തോപ്പ്. 5 പേരടങ്ങിയ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യഗണം അറിയപ്പെട്ടിരുന്ന പേര് ഏതാണെന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് സീഡർ. വൈകുണ്ഠസ്വാമിയുടെ പേരിലുള്ള സംഘടന അത് വരുന്നത് VSDP ആണ്. വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ. അതുപോലെ SNDP ഓർത്തിരിക്കുക, അത് ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ടാണെന്നും. വൈകുണ്ഠസ്വാമിയുടെ വരുന്നത് VSDP ആണ്, വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ. ഇനി നവോത്ഥാന നായകന്മാരെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരെ എതിർത്തത് എന്തൊക്കെയാണ്, അവരനുകൂലിച്ച് എന്തൊക്കെയാണെന്നുള്ളൊരു ചോദ്യം PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ.
കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമിയുടെ പ്രധാന കൃതികൾ, ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ള പ്രധാന കൃതികൾ അഖിലത്തിരുട്ട്, അരുൾ നൂൽ, ഇത് രണ്ടും പ്രധാനമായിട്ട് വൈകുണ്ഠസ്വാമികളുടെ വരുന്ന കൃതികളാണ്. അപ്പോൾ വൈകുണ്ഠസ്വാമി അന്തരിച്ചത് 1851 ജൂൺ 3 അപ്പം വൈകുണ്ഠസ്വാമി ജനിച്ചത് 1809 മാർച്ച് 12 അതുപോലെ വൈകുണ്ഠസ്വാമി അന്തരിച്ചത് 1851 ജൂൺ 3 ഇത് രണ്ടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമിയായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വരുന്ന മറ്റൊരു കാര്യമാണ് തിരുവിതാംകൂറിലെ ഭരണത്തെ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തെ വെള്ള നീചൻ്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത പിശാച് എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത പിശാച് എന്ന് വിളിച്ച നവോത്ഥാന നായകൻ ആരാണ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാടയ്യ. അപ്പോൾ തൈക്കാടയ്യായിട്ട് പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ഇതിന് മുന്നേ തന്നെ പഠിച്ചിരുന്നു. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആരാണെന്നുള്ളൊരു ചോദ്യം, അത് തൈക്കാടയ്യാണ്. അതുകൊണ്ട് തന്നെ തൈക്കാടയ്യായിട്ട് ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ തൈക്കാടയ്യ ജനിച്ച വർഷം 1814 കന്യാകുമാരിക്കടുത്തുള്ള നഗലപുരത്താണ് ജനിച്ചത്. പന്തി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. പന്തി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാടയ്യ. അതുപോലെ തന്നെ സമപന്തി ഭോജനം ആരംഭിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. തൈക്കാടയ്യ ആരംഭിച്ചത് പന്തി ഭോജനമാണ്. അയ്യാവിൻ്റെ പത്നിയുടെ പേര് കമലമ്മാൾ എന്നാണ്. ഇനി തൈക്കാടയ്യയുടെ പ്രധാന ശിഷ്യന്മാർ ആരൊക്കെയെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അത് ഓപ്ഷന് അങ്ങനെ തന്നെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാടയ്യ. തൈക്കാടയ്യയുടെ പ്രധാന ശിഷ്യന്മാരായിട്ട് വരുന്നത് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഓർത്തിരിക്കുക. അടുത്തത് തൈക്കാടയ്യാവിൻ്റെ ആത്മീയമായി സ്വാധീനിച്ച തമിഴ് സന്യാസിമാർ ആരൊക്കെയാണ്? സച്ചിദാനന്ദ മഹാരാജ്, ചിട്ടി പരദേശി. അടുത്തത് തൈക്കാടയ്യാവിൻ്റെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. തൈക്കാടയ്യയുടെ യഥാർത്ഥ പേര് സുബ്ബരായൻ എന്നാണ്. ശിവരാജ യോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ. ഇനി നവോത്ഥാന നായകന്മാരിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നിട്ടുണ്ട്, ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകൻ, അത് തൈക്കാടയ്യാണ്. അപ്പോൾ ഏറ്റവും ഈ ഒരു ചോദ്യത്തോടൊപ്പം തന്നെ ഓർത്തിരിക്കുക, തൈക്കാടയ്യയുടെ പ്രധാന ശിഷ്യന്മാർ വരുന്നത് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. അടുത്തൊരു ചോദ്യമാണ്, അയ്യാവിനെ ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന പേര്. അയ്യാവിനെ ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന പേര് സൂപ്രണ്ടയ്യ എന്നാണ്. ആരുടെ ആവശ്യപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്? അപ്പോൾ തൈക്കാടയ്യയുടെ ആവശ്യപ്രകാരമാണ് വൈകുണ്ഠസ്വാമികളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്. ഇനി തൈക്കാടയ്യ പറഞ്ഞിട്ടുള്ള ഇന്ദു ഉലകത്തിലെ ഒരേ ജാതി താൻ, ഒരേ മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം പിൽക്കാലത്ത് തൈക്കാടയ്യയുടെ ഏത് ശിഷ്യൻ വഴിയാണ് പ്രസിദ്ധമായത്? ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ്, ശ്രീനാരായണ ഗുരു. ഇനി തൈക്കാടയ്യയുടെ പ്രധാന രചനകൾ ഏതൊക്കെയാണെന്ന് ഈ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുത്തി പോയിട്ടുണ്ട്. അപ്പം ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ളതുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതോടെ ഒന്ന് മനസ്സിലാക്കി പോവുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് രാമായണം പാട്ട്, രാമായണം, ബാലകാണ്ഡം, പഴനി വൈഭവം. ഇനി വരുന്ന മറ്റൊരു ചോദ്യമാണ്, തൈക്കാടയ്യയുടെ സ്മരണാർത്ഥം അയ്യ സ്വാമി ക്ഷേത്രം സ്ഥാപിച്ച സ്ഥലം തിരുവനന്തപുരത്താണ്. 1943 ഇനി മറ്റൊരു ചോദ്യം, ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തൈക്കാടയ്യാവിനെ റെസിഡൻസിയിലെ മാനേജറായി നിയോഗിച്ചത് മഗ്രിഗറാണ്. ഇനി വരുന്നത് തൈക്കാടയ്യ സമാധിയായ വർഷം 1909 ജൂലൈ 20. പിന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, തൈക്കാടയ്യ മിഷൻ രൂപം കൊണ്ട വർഷം ഏതാണെന്നുള്ളത്. അത് 1984. ഇനി തൈക്കാടയ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനമൂർത്തി ശിവനാണ് വരുന്നത്.